അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളിന്ന് പറയുന്നത് പ്രശസ്തനായിട്ടുള്ള ഓർണിത്തോളജിസ്റ്റ്, അതായത് പക്ഷിശാസ്ത്രജ്ഞനായിട്ടുള്ള സാലിം അലിയെക്കുറിച്ചുള്ള ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോക്കാം. സാലിം അലി ആസ്മാൻ की तरफ उड़ते हुए दरख्तों पर बैठे हुए चहचहाते हुए परिंदों की दुनिया भी कितनी रंगारंग है. ആസ്മാൻ की तरफ उड़ते हुए ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് പറക്കുന്ന, ദറഖ്തോം പർ ബൈഠേ ഹുയെ മരങ്ങളുടെ മേൽ ഇരിക്കുന്ന, ചഹചഹാത്തെ ഹുയെ കലപില കൂട്ടുന്ന, പരിന്തോം കി പക്ഷികളുടെ ദുന്യാബി ലോകവും കിതിനി രംഗാരംഗ് ഹെ എത്ര വർണ്ണാഭമാണ്. ഹമാരെ മുൽക്ക് കെ നാംവർ മാഹിറെ തുയൂർ നമ്മുടെ രാജ്യത്തിൻ്റെ അറിയപ്പെട്ടിട്ടുള്ള മാഹിറെ തുയൂർ പക്ഷിശാസ്ത്രജ്ഞൻ ഓർണിത്തോളജിസ്റ്റ് സാലിം അലി അപ്പിനെ സാരി ജിന്ദഗി തൻ്റെ ജീവിതം മുഴുവനും ഈ ദുന്യാമേ ഗുസാർദി ഈ ലോകത്ത്, അതായത് പക്ഷികളുടെ ലോകത്ത് കഴിച്ചുകൂട്ടി. സാലിം അലി കാ അസ്ൽ നാം സാലിം അലിയുടെ യഥാർത്ഥ പേര് മൊയ്സുദ്ദീൻ അബ്ദുൽ അലി മൊയ്സുദ്ദീൻ അബ്ദുൽ അലി എന്നായിരുന്നു. അദ്ദേഹം 12 നവംബർ 12 1896 को पैदा हुए 1896 ജനിച്ചു. ജിന്ദഗി ഭർ ജീവിതം മുഴുവൻ അദ്ദേഹം പരിന്തോൻസെ പക്ഷികളോട് ദിൽചസ്പി എന്ന് പറഞ്ഞാൽ ഇഷ്ടം, ജീവിതം മുഴുവൻ പക്ഷികളോട് ഇഷ്ടം വെച്ചു, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവനായിരുന്നു എന്നർത്ഥം. उन्हें पूरी दुनिया में परिंदों का एक बहुत बड़ा आलिम समझा जाता है. അദ്ദേഹം ലോകം മുഴുവനുള്ള അദ്ദേഹത്തെ പൂരി ദുനിയാമെ ലോകം മുഴുവൻ പരിന്തോങ്ക പക്ഷികളുടെ ഏക് ബഹുത്ത് ബഡ ആലിം, ഒരു വലിയ പണ്ഡിതനായിട്ട്, അതായത് വലിയ പക്ഷിശാസ്ത്രജ്ഞനായിട്ട് സംജാ ജാത്ത ഹെ കണക്കാക്കപ്പെടുന്നു. സംജാ ജാനാൽ കണക്കാക്കപ്പെടുക എന്നർത്ഥം കേട്ടോ. പിന്നെ ഉन्होंने परिंदों के बारे में ऐसी मालूमात जमा की. അദ്ദേഹം പക്ഷികളുടെ വിഷയത്തിൽ ഇങ്ങനെയുള്ള അറിവുകളെല്ലാം ഒരുമിച്ച് കൂട്ടി. ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. എന്തെന്നാൽ പടുക്കർ ഹൈറത്ത് ഹോത്തിയെ, അതൊക്കെ വായിച്ച് നമുക്ക് ഭയങ്കര അമ്പരപ്പ് വരും, അല്ലെങ്കിൽ അമ്പരന്ന് പോകും. ബച്പനീസെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിന് പരുന്ത് പക്ഷികൾ അച്ഛലകത്തെ നല്ലതായി തോന്നിയിരുന്നു. ഘണ്ടോ അദ്ദേഹം മണിക്കൂറുകളോളം ഫസാമെ അന്തരീക്ഷത്തിൽ ചിടിയോങ്കോ ചെറിയ പക്ഷികളെ ഉടുത്തേ ഹുയെ പറക്കുന്നത് ദേഖത്തെ രഹത്തെ നോക്കിക്കൊണ്ടിരുന്നിരുന്നു. ജബ് വോ 10 സാൽ കെ തേ അദ്ദേഹത്തിന് ഇപ്പോൾ 10 വയസ്സായോ. തോ ഏക് ബാർ ഒരു പ്രാവശ്യം കിസി ശിക്കാരി ഏതോ ഒരു ശിക്കാരി ഏക് കോരയ്യ ശിക്കാർക്കി ഒരു കുരുവിയെ വേട്ടയാടി. ജബ് വോ ജമീൻ പർ ഗിരി എപ്പോ അത് ഭൂമിയിൽ വീണോ. തോ സാലിം അലി ദൗഡ്കർ ഓടിയിട്ട് പോയി. അവർ ഉസെ അതിനെ ഉഠാലിയ ഉയർത്തി. ഉനോനെ അദ്ദേഹം ചിടിയാക്കി ഗിർദൻ പർ ചിടിയാക്കി ഗർദൻ എന്ന് പറഞ്ഞാൽ പിരടി, ഗർദൻ എന്നാണ് ഗർദൻ പർ പക്ഷിയുടെ പിരടിയിൽ ഏക് പീല മഞ്ഞ ധബ്ബ ഒരു മഞ്ഞ അടയാളം കണ്ടു. ദേക്കാം ഓ ദൗഡത്തെ അദ്ദേഹം ഓടിപ്പോയിട്ട് അപ്പിനെ ചച്ച തൻ്റെ പിതൃ സഹോദരനായിട്ടുള്ള അമീറുദ്ദീൻ തൊയ്ബ് ജിക്ക് അദ്ദേഹത്തിൻ്റെ പാസ് അടുത്ത് വന്നു. അങ്ങനെ അവർ ഉൻസെ പൂച്ചിനെ ലഗതത്തിന് ചോദിക്കാൻ തുടങ്ങി. എന്നാൽ കോൺസി ചിടിയായത് ഏത് പക്ഷിയാണ്. ഉനക്ക് ചച്ചയെ ഖുദ് ബി ശിക്കാർ തി
ശിക്കാരി തി. അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരനും എന്തായിരുന്നു, ഒരു വേട്ടക്കാരനായിരുന്നു. ലേക്കിൻ വോ ബി ഉസ് ചിടിയാ കോ നഹീ പഹ്ചാൻ സകിയ. പക്ഷെ അദ്ദേഹത്തിനും ആ പക്ഷിയെ തിരിച്ചറിയാൻ സാധിച്ചില്ല. ഉൻകെ ചച്ച, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ സാലിം അലിയെ സാത്ത് ലേക്കർ കൂട്ടിയിട്ട് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലേക്ക് പോയി. അവർ ഉസ്കെ എസാസി സെക്രട്ടറി, അതിൻ്റെ ഹോണററി സെക്രട്ടറി, അതായത് ഓണററി സെക്രട്ടറി ഒന്നുകിൽ ശമ്പളമൊന്നും ഇല്ലാത്ത സെക്രട്ടറി, അതായത് ബഹുമാനാർത്ഥമായിട്ട് നമ്മൾ കൊടുക്കുന്ന സെക്രട്ടറി, അതായത് ഒഫീഷ്യലായിട്ടുള്ള ഉദ്യോഗസ്ഥനല്ല എന്നർത്ഥം ആയിട്ടുള്ള ഹോണററി സെക്രട്ടറി ആയിട്ടുള്ള മില്ലിയർഡ് അദ്ദേഹത്തിനെ മില്ലിയർഡ്സെ മുലാഖാത്തിക്ക് അദ്ദേഹത്തെ കണ്ടുമുട്ടി. മില്ലിയർഡിന് ഇത് കണ്ടിട്ട് ബഡി ഹൈറത്ത് പോയി, വലിയ അമ്പരപ്പായി. എന്തെന്നാൽ സാലിം അലിക്കോ പരിന്തോൻസെ ഇത്തിനി ദിൽചസ്പിയെ, സാലിം അലിക്ക് ഇത്രക്കും പക്ഷികളോട് ഇഷ്ടമുണ്ടോ എന്നുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര അമ്പരപ്പായി. അങ്ങനെ ഉനോനെ അദ്ദേഹം സാലിം അലിയെ മുർദ മരിച്ച ചിടിയോക്കെ പക്ഷികളുടെ ജിസിം ദിക്കാനെ ശുറൂ കിയെ. മരിച്ചുപോയ ചിടിയോക്കെ പക്ഷികളുടെ ജിസിം ബോഡി ദിക്കാനെ ശുറൂ കിയെ, കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. ഉൻ ജിസ്മോക്ക ഭറാവു കർക്കെ, അവയെ ഭറാവു കർണനായിട്ട് തോലിൽ നിറച്ചിട്ട് രക്കാ ഗയാത്ത, അപ്പോൾ അത് തോലിൻ്റെ ഉള്ളിലൊക്കെ പോക്കിയിട്ട് തോലിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ നിറച്ചിട്ട് വെച്ചിരുന്നു. സാലിം അലീനെ ഹാബ് മേ ബി നഹി സോച്ചാത്ത, സാലിം അലി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. എന്തെന്നാൽ ചിടിയോങ്കി ഇത്തിനി കിസ്മേ ഹോത്തി ഹേ, പക്ഷികൾക്ക് ഇത്രയും ഇനങ്ങളുണ്ട് എന്നുള്ളത് സാലിം അലി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉസ്കെ അതിൻ്റെ ശേഷം സാലിം അലി നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ ബറാബർ നിരന്തരം जाने लगे, പോവാൻ തുടങ്ങി. उन्होंने वहाँ चिड़ियों को पहचाना और मुर्दा चिड़ियों की काल में भराव करना सीख लिया. അങ്ങനെ അദ്ദേഹം മരിച്ച പക്ഷികളെ തിരിച്ചറിയാനും ചിടിയോങ്കോ പഹച്ചാന പക്ഷികളെ തിരിച്ചറിയാനും മുർദ ചിടിയോങ്കി ചത്തുപോയ ചിടിയോങ്കി പക്ഷികളുടെ കാൽമേ തൊലിയിൽ ഭറാവ് കർണ സ്റ്റഫ് ചെയ്യാൻ, അതായത് തൊലിയിൽ നിറയ്ക്കാനും സീക്ക് ലിയ പഠിച്ചു. ഏക് ദിൽചസ്പ് ബാത്ത് യേ ഹേ, വളരെ നമുക്ക് ദിൽചസ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ രസകരമായ, ദിൽചസ്പ് എന്നുള്ളതിന് താല്പര്യമുള്ള, രസകരമായ, ഹൃദ്യമായ, മനോഹരമായ പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ വളരെ രസമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ സാലിം അലിയുടെ അടുത്ത് കിസി യൂണിവേഴ്സിറ്റിക്ക് ഡിഗ്രി നഹീത്തി, ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ഡിഗ്രി ഇല്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഈ ഒരു നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ എന്തായി, അദ്ദേഹം സ്ഥിരം വരാൻ തുടങ്ങിയെന്നർത്ഥം. ഉനോനെ അദ്ദേഹം ഒരു പ്രാവശ്യം കോളേജുമേ ദാഖിലായി, അദ്ദേഹം കോളേജിൽ പ്രവേശനം കിട്ടിയിരുന്നു. അപ്പോൾ ദാഖില ലിയാ लेकिन रियाजी में उन्हें कोई दिलचस्पी नहीं थी. പക്ഷേ അദ്ദേഹത്തിന് കണക്കിൽ വലിയ താല്പര്യം ഇല്ലായിരുന്നു. ഇസ്ലിയെ ഇക്കാരണത്താൽ ഉനോനെ അദ്ദേഹം അദ്ദേഹം കോളേജ് ഉപേക്ഷിച്ചു. ഉൻകെ ബഡേ ഭായി, അദ്ദേഹത്തിൻ്റെ വലിയ സഹോദരൻ ബർമയിൽ ഖനികളുടെ ഖദായി എന്ന ഖനനത്തിൻ്റെ ജോലി കർത്തവ്യത്തെ ചെയ്തിരുന്നു. സാലിം അലി സാലിം അലി അങ്ങോട്ട് പോയി. താക്കെ ഉൻകി മദത് കർ സക്കെ, അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി, ഉൻകെ മദത് കർ സക്കെ, അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിയുമല്ലോ, അതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് ഖനിയിലേക്ക് പോയി. ലേക്കിൻ പക്ഷേ അവിടെ ജംഗലോമേ അദ്ദേഹം കാടുകളിൽ ഘൂമത്തെ ഫിർത്തെ, കാടുകളിൽ ചുറ്റിക്കറങ്ങിയിട്ട് അവർ ചിടിയോങ്കോ ഢൂണ്ഡത്തെ രഹത്തെ, ചിടിയോങ്കെ പക്ഷികളെ ഢൂണ്ഡത്തെ അന്വേഷിച്ചിരുന്നു. അവസാനം ദോബാര ബോംബെ, അങ്ങനെ രണ്ടാം പ്രാവശ്യം അദ്ദേഹം ബോംബെ വാപ്പസാക്കി മുംബൈയിലേക്ക് വന്നു. ഉനോനെ ഇൽമ ഹൈവാനാത്ത്, അങ്ങനെ ഇവിടെ അദ്ദേഹം ഇൽമ ഹൈവാനാത്ത് അതായത് സുവോളജിയിൽ കോഴ്സ് മുക്കമ്മൽ കർലിയ, ഒരു ജീവശാസ്ത്രത്തിൽ അദ്ദേഹം ഒരു കോഴ്സ് പൂർത്തീകരിച്ചു. അങ്ങനെ അവർ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിമേ മുലാസിം ഹോ ഗയെ. അങ്ങനെ അദ്ദേഹം അവസാനം എന്തായി, ബോംബെ നാച്ചുറൽ ഹിസ്റ്ററിയിൽ ഒരു ഉദ്യോഗസ്ഥനായി. ബാദ്മേ ഈ അവസാനം ശേഷം ഈ മുലാസമത്ത്, ഈ ഒരു ഉദ്യോഗം
മാറ്റപ്പെട്ടു. ചോട്ടിന എന്ന് പറഞ്ഞാൽ മാറ്റുക, ചോടിന എന്നാണ് ഉപേക്ഷിക്കുക. രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് ഡ എന്നാണ് നമ്മുടെ ട. ചോട്ട് എന്നാകുമ്പോൾ മാറ്റപ്പെടുക എന്നർത്ഥം. പിന്നെ അങ്ങനെ സാലിം അലി ലംബെ അർസെ എന്നാൽ കൂടുതൽ കാലം, ലംബെ അർസത്തൊക്കെ ഒരുപാട് കാലം പരിന്തോങ്ക മുത്താല കർത്തേരെ, പക്ഷികളെ കുറിച്ച് എന്ത് മുത്താല നടത്തി. അങ്ങനെ സുനായി ബാത്തോ അദ്ദേഹം കേൾക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ മേൽ ഭരോസ നഹി കർത്തേത്തെ അവയെ വിശ്വസിച്ചിരുന്നില്ല. ഭരോസ കർണ വിശ്വസിക്കുക, ഭരോസ നഹി കർത്തേത്തെ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. ബൽക്ക മറിച്ച് ഹുദ്മുഷാദ സ്വന്തം കണ്ട, അവർ തജ്രീബ കർക്കെ പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ള മാലൂമാത്ത് അറിവുകളെ ഹാസിൽ കർത്തേതെ കരസ്ഥമാക്കിയിരുന്നത്. അപ്പോൾ അദ്ദേഹം സ്വയം കണ്ട, അദ്ദേഹം കുറേ മുത്താലൊക്കെ നടത്തി, അങ്ങനെ അതിൽ നിന്നും അദ്ദേഹം കണ്ട പരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എന്ത് അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നത്. ഇവനെ ഹാസി ലംബി മുദ്ദത്തക്ക് അദ്ദേഹം പ്രത്യേകം നീണ്ട കാലം തക്ക് വരെ ബയ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ്, ഒരു വീവർ ബേർഡ് എന്ന് പറയും, അടക്കാക്കുരുവിയൊക്കെ തോന്നുന്നുണ്ട്. ഇതാണ് പക്ഷി, വീവർ ബേർഡ്. അപ്പോൾ ഇതിങ്ങനെ എന്താണ് അതിൻ്റെ തുന്നലൊന്നും നോക്കിയാൽ, സൂം ചെയ്ത് നോക്കിയാണ് നല്ല രസമല്ലേ വീവിങ്, അതിൻ്റെ ആ തുന്നലും അല്ല. അപ്പോൾ അതുകൊണ്ടാണ് വീവർ ബേർഡ് എന്ന് പറയാൻ കാരണം. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാലം ഈ വീവർ ബേർഡിൻ്റെ ബാരമേ വിഷയത്തിൽ ജാൻകാരി ഹാസിൽ കി, നൈപുണ്യം അല്ലെങ്കിൽ മഹാരത്തൊക്കെ അദ്ദേഹം കരസ്ഥമാക്കി. 3-4 മഹീനോ തക്ക് 3-4 മാസം വരെ ഘണ്ടോ മണിക്കൂറുകൾ, സുബഹ് ശാം തക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ സാലിം അലി സ്റ്റിഡിയാക്കെ രഹൻ സഹൻ, ഈ എന്താണ് പക്ഷിയുടെ ജീവിത രീതി, രഹൻ സഹൻ കേട്ടോ, ജീവിത രീതി, അവർ ആദത്തോ അതിൻ്റെ പതിവുകൾ മുഷാദ കർത്തേ രഹേ, അതിനെ മുഷാദ ദർശിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1930 അങ്ങനെ 1930 എന്താണ് ഉन्होंने अपने मालूमात को किताब की शक्ल में पेश किया. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അറിവുകളെ എന്ത് ചെയ്തു, ഒരു എന്താണ് ഒരു കിതാബിൻ്റെ രീതിയിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചു. ഇസ് കിതാബ് സെ പൂരി ദുനിയാമേ ഉൻകി ശുഹ്റത്ത് ഫെയിൽ ഗയി. അങ്ങനെ ഈ ഒരു കിതാബ് അദ്ദേഹം ഒരുപാട് 3-4 മാസം മണിക്കൂറുകളോളം ഇരുന്ന് ഈ ഒരു വീവർ ബേർഡിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആ ഒരു കിതാബ് അത് ദുനിയാവുമായി വളരെയധികം പ്രശസ്തി ലഭിച്ചു. കാരണം നമ്മളൊരു കാര്യം റിസ്ക് എടുത്ത് ഒരുപാട് പഠിച്ചു കാണുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ, അതിനെ എന്താണ് ആ ഒരു നമ്മളെ ആ എഫോർട്ടിനെ അതിന് വില കൽപ്പിക്കാൻ ഏത് കാലത്തും ജനങ്ങൾ തയ്യാറാണ്. ദുനിയാവ്, ഈ ലോകം തയ്യാറാണെന്നത് മനസ്സിലാണ് അല്ലേ. ബച്ചപ്പൻ ഹീസ കുട്ടിക്കാലത്ത് തന്നെ സാലിം അലി ഹിന്ദുസ്ഥാനി പരിന്തോംപർ ഏക്ക് കിതാബ് ലിഖ്ന ചാഹത്തെ, ഇന്ത്യയിലുള്ള ബേർഡ്സിനെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു കിതാബ് എഴുതാൻ വിചാരിച്ചിരുന്നു. ജോ കിതാബ് മൗജൂദ് ഥീ ഉമ്മേ ബഹുത് സി കമ്മിയാൻ തീ, ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾക്കൊക്കെ ഒരുപാട് കമ്മിയാൻ തീ, ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. സുനാൻസ് അതുകൊണ്ട് തന്നെ 1941 1941 ഉन्होंने അദ്ദേഹം ഇസ് കമ്മി കോ പൂരാ കർണ ചാ, ഈ ഒരു ന്യൂനത പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചു. ഉസ്കെ ലിയെ അതിന് വേണ്ടിയിട്ട് എന്താണ് ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്നുള്ള നാംസ ആ ഒരു പേരിൽ ഏക്ക് ഇന്ത്യഹായി ഒരു അങ്ങേയറ്റം അത്യധികം ദിൽചസ്ബ് എന്നത് രസകരമായ അല്ലെങ്കിൽ മനോഹരമായ ഒരു കിതാബ് ഒരു കിതാബ് എഴുതി. അങ്ങനെ ഉസ്മേ രംഗേ തസ്വീറോ കെ ജരിയ, ഇതിൽ രംഗേ നിറങ്ങളിലുള്ള തസ്വീറോ കെ ജരിയ, ഫോട്ടോകളുടെ മുഖേന പരിന്തോക്കി പഹ്ചാൻ കറായി കൈ എന്താണ് പക്ഷികളെ പഹ്ചാൻ കറായി കർണാൽ തിരിച്ചറിയിക്കുക. അപ്പോൾ പക്ഷികളെ വേർതിരിച്ച് മനസ്സിലാക്കി തന്നിരുന്നു എന്ന്. ഏക്ക് ആം ആദ്മി ബി ഖൂബ്സൂറത്ത് തസ്വീറോ കെ ജരിയെ, അപ്പോൾ ഏതൊരു ആം ആദ്മി, ഒരു സാധാരണ മനുഷ്യനും ആ ഖൂബ്സൂറത്ത് ഭംഗിയുള്ള തസ്വീറോ കെ ജരിയെ, ഫോട്ടോകൾ മുഖേന ആസാനീസ് എളുപ്പത്തിൽ കിസി ചിടിയാക്കോ പഹ്ചാൻ സക്താ ഹൈ, ഏതൊരു പക്ഷിയെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്രയും
വളരെ രസകരമായൊരു പുസ്തകമാണ് ദ ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്നുള്ള സാലിം അലിയുടെ ബുക്ക്. അവർ ഉസ്കെ ബാരെ മേ ജറൂരി മാലൂമാത്ത് ഹാസിൽ കർത്ത, അതിൻ്റെ വിഷയത്തിൽ ആ പക്ഷിയുടെ വിഷയത്തിൽ ജറൂരി അത്യാവശ്യമായിട്ടുള്ള മാലൂമാത്ത് അറിവുകളൊക്കെ ഹാസിൽ കർ സക്തായ കരസ്ഥമാക്കാൻ കഴിയുന്നു. അപ്പോൾ അത്രയും രസകരമായിട്ടുള്ളൊരു പുസ്തകമാണത്. സാലിം അലിനെ ചിടിയോं के मुशाहदा और मालूमात के लिए कई बार दूसरे मुल्कों के सफ़र भी किए. സാലിം അലി പക്ഷികളെ കാണാനും അതേമാതിരി തന്നെ അറിവുകൾ കരസ്ഥമാക്കാനും വേണ്ടി ഒരുപാട് പ്രാവശ്യം വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തിരുന്നു. ഉനെ ബഡേ ബഡേ ഇജാസാത്ത് ദിയേ ഗയേ, അദ്ദേഹത്തിന് വലിയ വലിയ പുരസ്കാരങ്ങൾ നൽകപ്പെട്ടിരുന്നു. ഉൻകി ഹുബ് താരീഫ് ഹുയി, അദ്ദേഹം സ്വയം ഉൻകി ഹുബ്, അദ്ദേഹത്തിൻ്റെ ഹുബ് നല്ല, ഹുദ് എന്നുള്ള അർത്ഥം വെച്ചത് ഹുബ് നല്ല താരീഫ് ഹുയി, നല്ല അറിയപ്പെട്ടിരുന്നു. ഡിഗ്രിയും അവർ ഇനാമാത് സെ നവാസാക, അദ്ദേഹത്തിന് ഒരുപാട് ഡിഗ്രികളും അതേമാതിരി തന്നെ സമ്മാനങ്ങളൊക്കെ നൽകപ്പെട്ടു. പൂരി ലോകം മുഴുവൻ ഉൻകി ഖിദ്മാത് കോ തസ്ലീം കിയാ ഗയ, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ അംഗീകരിക്കപ്പെട്ടു. അതേമാതിരി തന്നെ ഹമാരി ഹുക്കൂമത്തിനെ, നമ്മുടെ ഗവൺമെൻറ് 1958 1958 സാലിം അലിക്ക് പത്മഭൂഷൻ്റെയും ഫിർ പിന്നെ 1974 പത്മവിഭൂഷൺ കാ ഏസാസ് ദിയ, പത്മവിഭൂഷൻ്റെ ആ ഒരു അവാർഡും നൽകി. ഹമാരി ഹുക്കൂമത്ത് കാ ദൂസരാ സബ്സെ ബഡാ ഖൗമി ഏസാസ് ഹെ, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു നാഷണൽ അവാർഡാകുന്നു. അങ്ങനെ 1987 സാലിം അലി കാ ഇന്തിക്കാൽ ഹുവ, സാലിം അലിയുടെ വിയോഗമുണ്ടായി. അങ്ങനെ ഉൻകി മൗത്ത് സെ, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്ന് പരിന്തോന്നെ പക്ഷികൾ അപ്പിന തങ്ങളുടെ ഒരു ഗഹ്റ അങ്ങേയറ്റം, അവർ സത്യസന്ധമായ ദോസ്ത് ഒരു കൂട്ടുകാരൻ കോദിയാഹെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെയധികം പ്രശസ്തനായിട്ടുള്ള സാലിം അലിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും ഷറായി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.